സുപ്രഭാതം. ഇത് ഞാൻ നാഗ്പൂർ അപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കമൻട്രി അടിക്കാം, ബാക്കിയൊക്കെ നിങ്ങൾ കാണും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അമ്മൂമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ വന്നേക്കാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബേഗിളായിട്ട് ഞാനിങ്ങനെ തലകൂടിയിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ അമ്മൂമ്മയുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അവിടെ വേറൊരു ഫ്രണ്ട് വന്നു. അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്, ഇവരുടെ കുറേ ഫ്രണ്ടുകളെയാണല്ലോ, ആ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ പോകുന്നവരെ നമ്മൾ വൺ ഓഫ് ദ ഫേമസ് ഹൽദിറാമിൽ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ നല്ലപോലെ ഫുഡ് കഴിച്ചു. പക്ഷേ അങ്ങനെ കുറേ ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അത് ഞാൻ അവിടെ എടുത്തിരുന്നു, പക്ഷേ അതൊക്കെ കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നമ്മൾ എന്താ പറയുക, അങ്ങനെ നണ്ടൊക്കെ മേടിച്ചു, നോക്കുന്നില്ല ഞാൻ. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറേ കണ്ട്, കുറേ സ്വീറ്റ്സ്. ഹൽദിറാം സ്പെഷ്യൽ ഫോർ എവറിത്തിങ്. അവിടുത്തെ സ്വീറ്റ്സൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയാമോ, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ വിഷ്ണു, എൻ്റെ ഫ്രണ്ട് വാണിയുടെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. അങ്ങനെ മോമോസും പാവബജിയും നമ്മൾ കഴിച്ചു. ടേസ്റ്റ് അടിപൊളി, ഒന്നും പറയാനില്ല. അങ്ങനെ ലാസ്റ്റ് അവരെല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഇതിൽ ഞാനില്ല, കാരണം എനിക്ക് ഫോട്ടോ എടുക്കാൻ പണ്ടേ താല്പര്യമില്ല. അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ അവിടെയുള്ള ഒരു ടെമ്പിളെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഥലത്ത്, എൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. നിൽക്കുന്ന എൻ്റെ അമ്മയില്ലേ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നടന്നു പോയി. അത് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ നാലാമത്തെ ദിവസമാണ് നമ്മുടെ ദിവസം. ഇന്ന് നമ്മൾ കാട്ടിലുള്ള കുറച്ച് മൃഗങ്ങളെ കാണാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ആ കടയുടെ പേര് ഓർക്കണില്ല. ഇത് ഞാൻ തന്നെ. എന്താ രസല്ലേ കാണാൻ, സുന്ദരിക്കുട്ടി. അങ്ങനെ അപ്രതീക്ഷിതമായി ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോ, അവിടെ ഉള്ള ബസ്, സൂയിലോട്ട് പോകാനുള്ള ആ ബസ്സിൻ്റെ അവിടെ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോ കണ്ടു. ചേച്ചി എങ്ങനെയുണ്ട് ഗായ, സുന്ദരിയല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ കയറി നമ്മൾ സൂയിലേക്ക് പോവുകയാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന कंप्लीट हो चुका है इंडियन सफारी 100 kg. സമയമില്ലാത്ത സമയാ, വേഗം ആയിക്കോട്ടെ. അങ്ങനെ ചീറ്റാ ചേട്ടൻ നടന്നു പോകുന്നത് കണ്ടു. ചേട്ടൻ കൊള്ളാം. അങ്ങനെ നമ്മൾ ഒന്നേ കണ്ടു. അതിനുശേഷം എന്നെപ്പോലാന്ന് തോന്നുന്നു, ഫോട്ടോ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല, കുനിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ സൂവിനോട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അന്ന് രാത്രിയും ഇതേപോലെ അമ്മൂമ്മയുടെ വേറൊരു ഫ്രണ്ട്, ഈ അമ്മൂമ്മ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് വാണിയുടെ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് വാണിയുടെ അമ്മ. നമ്മളെല്ലാവരും ഒരേ സ്കൂളിലാണ്. എൻ്റെ ഫ്രണ്ടും ഞാനും ഒരുമിച്ച് പഠിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും അമ്മയുടെ ഫ്രണ്ടും ടീച്ചേഴ്സായിരുന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു പോയോ, അതുകൊട്ടെ. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ദിവസം രാവിലെ നമ്മളൊരു അമ്പലത്തിൽ പോവുകയാണ്. അവിടുത്തെ ഒരു ക്ഷേത്രമാണ്, അവിടെ മലയാളികളുടെയൊക്കെ ഒരു ക്ഷേത്രമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ ആ ഡ്രൈവർ നമ്മുടെ കുഴിയിലൊക്കെ ചാടിച്ച് നല്ല പരിപാടിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ എന്താണ് പറയുന്നത് എനിക്കതിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആറാമത്തെ ദിവസമായി ഗൈസ്. നമ്മളവിടുന്ന് യാത്രയായി. നമ്മളവിടുന്ന് വിട പറഞ്ഞു. നമ്മളവിടുന്ന് വിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിൻ നോക്കി നിൽക്കുകയാണ് ഗൈസ്. ശരി ഗൈസ്. ചിന്തിക്കുന്നതെല്ലാം പറയരുത്, എന്നാൽ പറയുന്നതെല്ലാം നല്ലപോലെ ചിന്തിച്ചിട്ട് മാത്രമാകണം. ശുഭദിനം.